ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയുടെ കൂടെ വിളമ്പുന്ന പുളിങ്കറിയാണ്. പല സ്ഥലത്തും പല രീതിയിലാണ് പുളിങ്കറി ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തത് 150 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം കനം കുറച്ച് നേരിയതുപോലെ ചെറുതാക്കി മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 10 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 ആണി ശർക്കര മുറിച്ചെടുത്തതാണ്. ഇത് പാനിയാക്കി എടുക്കണം. ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി, കൂടെ തന്നെ വറുത്ത് പൊടിക്കാൻ ആവശ്യമുള്ളത് 1/4 ടീസ്പൂൺ ഉലുവ, ബാക്കിയുള്ളതെല്ലാം 1/2 ടീസ്പൂണാണ് എടുക്കേണ്ടത്. കറുത്ത എള്ള്, നല്ല ജീരകം, അരി, കടുക് ഇത്രയുമാണ് പൊടിക്കാൻ ആവശ്യമുള്ളത്. ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് ചൂടാറിയ ശേഷം കൈകൊണ്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മാറ്റിവെക്കാം. തീ ഓണാക്കി ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഇതെല്ലാം പാനിലേക്കിട്ട് ചുവന്ന് വരുന്നത് വരെ വറുത്തെടുക്കാം. വറുത്തെടുത്തത് മിക്സിയുടെ ജാറിലേക്കിട്ട് തണഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത മസാലപ്പൊടി 3 ടേബിൾ സ്പൂൺ ഉണ്ടാകും. തീ മീഡിയം ഫ്ലെയിമിലാക്കി ചൂടായി വരുന്ന പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കാം. തണഞ്ഞതിന് ശേഷം അരിച്ചെടുത്ത് മാറ്റിവെക്കാം. പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തത് വെളിച്ചെണ്ണയാണ്. ചൂടായി വരുമ്പോൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇതിലേക്കിട്ട് കുറച്ച് സമയമെടുത്ത് മൊരിഞ്ഞു വരുന്നത് വരെ വറുത്തെടുക്കാം. ബ്രൗൺ നിറമാകുമ്പോൾ വറുത്തതെല്ലാം കോരി മാറ്റിവെക്കാം. ഇഞ്ചി വറക്കാനെടുത്ത അതേ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി, പച്ചമുളക് ഇട്ട് നല്ലതുപോലെ ഇളക്കി ഗോൾഡൻ നിറമാകുന്നത് വരെ വാട്ടിയെടുക്കാം. തീ ഓഫാക്കിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് തീ ഓണാക്കി ലോ ഫ്ലെയിമിലാക്കിയ ശേഷം എല്ലാം ഒന്ന് യോജിപ്പിച്ച് പച്ചച്ചോയ മാറുന്നത് വരെ 10 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് ഉപ്പ് ആവശ്യത്തിനിട്ട് വറുത്ത് വെച്ച ഇഞ്ചി ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വെള്ളം കുറച്ച് കുറയുന്നത് വരെ മൂടി വെക്കാം. വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കി വെള്ളം കുറഞ്ഞ് കുറുകി വരുന്നത് വരെ ഇടവിട്ട് ഇളക്കി കൊടുക്കാം. അധികം കുറുകി പോകാതെ വരുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി മസാലപ്പൊടി കുറച്ച് കുറച്ച് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തണയുമ്പോൾ കട്ടി കൂടി വരുന്നത് കൊണ്ട് അധികം കുറുക്കിയെടുക്കാതെ ഇതുപോലെ ആകുമ്പോൾ തീ ഓഫാക്കി എടുക്കാവുന്നതാണ്. ഇനി കാച്ചിയത് ഒഴിക്കാം. വറുക്കാനെടുത്ത എണ്ണ ബാക്കി വന്നതുണ്ടെങ്കിൽ ചൂടായി വരുന്ന പാനിലേക്ക് ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയ ശേഷം വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം പുളിങ്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ നിന്ന് ഷെയറും സപ്പോർട്ടും തരണേ. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.